അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ, ഈ ചൂടിനെയും വേർപ്പിനെയും വകവയ്ക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ടും അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുക. ഗുരുകാരണവന്മാർ കടന്നു വരിക. യുവാക്കൾ ആവേശത്തിന്റെ അലകടൽ പോലെ എന്നോടൊപ്പമുണ്ട്. ഈ കൊച്ചു കുട്ടികൾ ഓടി വന്നെന്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിന് ആർക്കും നമ്മുടെ നാടിനെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ട് വേർതിരിച്ച് കാണുന്നവരുടെ പട്ടികയിൽ നമ്മൾ ഉണ്ടാവില്ലയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെയൊക്കെയാണ് വോട്ട് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായ നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ത്യ വീണ്ടെടുക്കാൻ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ബോധത്തിന് നേതൃത്വം നൽകാൻ വടകരയും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഈ നാട്ടിലെ ജനങ്ങളെ എന്തെല്ലാം കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. 40 രൂപക്ക് പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല, 400 രൂപക്ക് ഗ്യാസ് ഇല്ല, വർഷം 2 കോടി തൊഴിലവസരങ്ങളില്ല, ഈ കള്ളപ്പണത്തിന്റെ വെളിപ്പെടുത്തലില്ല, കള്ളപ്പണം പിടിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നില്ല, ഒന്നുമില്ല. ഇവിടെ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പോലും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ പെൻഷൻ ഇല്ല, ശമ്പളമില്ല, ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങളില്ല. എല്ലാവരും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുമ്പോ നാട്ടിലെ കർഷകൻ ദുരിതത്തിലാകുമ്പോ എന്റെ മുമ്പിലുള്ള തെങ്ങിൽ കാണുന്ന തേങ്ങ ഒന്ന് മര്യാദക്ക് സംഭരിക്കാൻ പോലും സർക്കാരുകൾക്ക് താല്പര്യമില്ലാതാവുമ്പോ ഒരു കാര്യം ഞാൻ ഉറച്ചു പറയുന്നു, നമ്മൾ തിരികെ വരും. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ശബ്ദമായി നമ്മുടെ സർക്കാർ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരികെ വരുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. അതിന്റെ എല്ലാം പുറമെയാണ് ഇപ്പോ ബോംബ് പൊട്ടിയിട്ടും ആള് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി, ബോംബിനേക്കാൾ കരുത്ത്, വാളിനേക്കാൾ വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്ന് ഇവിടുത്തെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയണം. ഒരവസരം നമുക്ക് തരണമേ എന്ന് ജനങ്ങളോട് പറയുമ്പോ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും പറയുന്നു, വടകരക്ക് വേണ്ടത് ചോദിക്കും, വടകരക്ക് വേണ്ടത് പറയും, ഈ ജനതക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങുമെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വോട്ട് എനിക്ക് ചെയ്തതിന്റെ പേരിലോ, ഒരു വോട്ട് എനിക്ക് വേണ്ടി ചോദിച്ചതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോ ജാതിയും മതവും ഒരു തടസ്സമാവില്ല, ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും. എന്നെ കൊണ്ടാവും വിധം ഈ നാടിന് വേണ്ടി പരിശ്രമിക്കും, എന്നെ കൊണ്ടാവും വിധം ഈ ജനതയുടെ കൂടെ ഉണ്ടാകും. വോട്ട് കിട്ടി ജയിച്ചു പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത പട്ടികയിൽ ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന CPM-ന്റെ പ്രവർത്തകർ അവരും ആലോചിക്കണം. നിങ്ങളുടെ സർക്കാർ ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നില്ല എന്നതിന്റെ ന്യായീകരണം വീട്ടിൽ പോയി പറയേണ്ട ഒരു അവസ്ഥ എങ്ങനെ നിങ്ങൾക്ക് അവരുണ്ടാക്കി തന്നു? ഈ ബോംബ് പൊട്ടി ആള് മരിച്ച് നിങ്ങളിവിടെ പോസ്റ്റർ വെക്കുമ്പോ, ഫ്ലെക്സ് വെക്കുമ്പോ, കൊടി വെട്ടുമ്പോ ഇതൊന്നും അല്ലാതെ വേറെ കുറെ ആളുകൾക്ക് എന്തിനു പാർട്ടി ഇപ്പൊ ബോംബ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തു? ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രി ആവുന്നത്? എന്തിനാണ് നാട്ടിന്റെ സമാധാന ജീവിതത്തെ കവരുന്നത്? ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലും ഉണ്ടായിരിക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഞാൻ വടകരയിലെ സ്ഥാനാർത്ഥിയായി വന്നത് പാർലമെന്റിലേക്ക് മത്സരിക്കാനും തെരഞ്ഞെടുക്കപ്പെടാനുമാണ്. പക്ഷേ അതിന്റെ മുമ്പ് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. ഈ കുടുംബത്തിൽ ഒരു അംഗമായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്നേഹം കാണുമ്പോ എനിക്ക് അനുഭവപ്പെടുകയാണ്. ആവും വിധം ഈ നാടിനൊപ്പം ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി ഞാൻ പറയുന്നില്ല, എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് വൈകിട്ടാണ് ഇവിടെ എത്തിയത്, നിങ്ങൾ ക്ഷമിക്കുക. വരുന്ന വഴിയിലൊക്കെ ആൾക്കാരുണ്ട്, അവരെ കണ്ടിട്ട് കാണാത്ത പോലെ വരാൻ പറ്റില്ല. ഒന്ന് കൈവീശി ഒന്ന് മിണ്ടിയും പറഞ്ഞിട്ടൊക്കെയാ വന്നത്. ഇനിയും 4-5 പോയിന്റ് ഉച്ചയുടെ മുമ്പേ ഉണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എല്ലാരും കൂടെ ഉണ്ടല്ലോ, ഒന്ന് എല്ലാവരോടും വോട്ട് ചോദിക്കൂലേ? ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നതല്ല കേട്ടോ. നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന എനിക്കറിയാം. നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കണേ എന്ന് പറയാൻ വന്നതാ. ചോദിക്കോ?
ബന്ധത്തിൽ, പരിചയത്തിൽ, അയൽവാസികളോട്, മക്കളുടെ കുടുംബത്തിന്റെ ആൾക്കാരോട്, കല്യാണം കഴിച്ചവരോട്, കല്യാണം കഴിഞ്ഞ് വന്നവരോട്, അയൽവീടുകളിൽ, കടയിൽ, ജോലി സ്ഥലത്ത്, എവിടെയൊക്കെ ആള് കൂടുന്നു അവിടെയൊക്കെ ചോദിച്ചോണം. പിന്നെ ഫോൺ എടുത്തിട്ട് എല്ലാ പരിചയക്കാരെയും വിളിക്കണം. എന്നാ ആ കടറ അവിടുന്ന് കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണേ, ഒരവസരം തരണം. തെറ്റിപ്പോയി എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവിടുന്ന് കൈ കാണിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെ ആ ഓട്ടോറിക്ഷയുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊരു അവസരം തരണം. തെറ്റിപ്പോയി എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല. ഞാൻ കൂടെ ഉണ്ടാകും, എന്നെ കൂടെ നിർത്തണമെന്ന് ഒന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ വേഗം പോയിട്ട് വരും. ഓക്കെ, പോയിട്ട് വരാം. ചില ആൾക്കാർ ചോദിച്ചത് സർവേയിലൊക്കെ നിങ്ങൾ തോക്കുന്നാണല്ലോ പറയണത്, എന്താ അതിനെപ്പറ്റി അഭിപ്രായം? ഞാൻ പറഞ്ഞ ഞാൻ സർവേക്കാരുടെ പിന്തുണക്ക് വന്നതല്ല, ഞാൻ വടകരയിലെ ജനങ്ങളുടെ പിന്തുണ തേടി വന്നതാണ്. അതെനിക്ക് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടാ, ആ കാറിന്റെ ബാക്കിലുള്ള ഏട്ടന്മാർ സെറ്റല്ലേ? താങ്ക് യു. ആരാർപ്പണമാണ്. STU നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. ഇബ്രാഹിം മാസ്റ്റർ, ബാബു CP, ഇൻകാസ് ഖത്തർ, ബൂത്ത് 99, CA കരീം മാസ്റ്റർ, ബഷീർ STU,